നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന ബന്ധം പുനരാരംഭിക്കും എന്ന സൂചനകൾ നൽകുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സാധ്യതകൾ ഉടലെടുത്തതെന്നും മനസ്സിലാക്കുന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. 2020 മുതൽ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരുന്ന അതിർത്തി സംഘർഷങ്ങൾ പരിഹരിച്ചുകൊണ്ട് കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റ പ്രക്രിയ പൂർത്തിയാക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതിന് ശേഷമാണ് ഈ സംഭവ വികാസം. മോദിയും ഷീ ജിൻപിങ്ങും എത്തിച്ചേർന്ന സമവായം ഉഭയകക്ഷി ബന്ധം വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് നിർണായകമാണെന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സു ഫെയ്ങ്ഹോങ് ഊന്നിപ്പറഞ്ഞു. പരസ്പരം കാതലായ താല്പര്യങ്ങളെ ബഹുമാനിക്കേണ്ടതിൻ്റെയും തന്ത്രപരമായ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും അതിർത്തി പ്രശ്നങ്ങളിൽ സമാധാനം ഉറപ്പാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനയിലേക്കുള്ള സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള സമീപകാല ഉന്നതതല ഇടപെടലുകൾ അതിർത്തി വിഷയങ്ങളിൽ പൊതുവായ ധാരണകളിലേക്കും പ്രായോഗിക സഹകരണത്തിലേക്കും നയിച്ചതായും പ്രതിനിധി ചൂണ്ടിക്കാട്ടി. ചൈന ഇന്ത്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിനും ഒരു നല്ല സംഭവ വികാസമായി കാണുന്നു. ആഗോളതലത്തിൽ സ്ഥിരതയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ തങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നു എന്നതാണ്. എന്നിരുന്നാലും പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെയും അതിർത്തികളിൽ സമാധാനം നിലനിർത്തേണ്ടതിൻ്റെയും ആവശ്യകത ഊന്നിപ്പറയുന്ന ഇന്ത്യ ജാഗ്രത പാലിക്കുന്നു എന്നതാണ്. ഈ വർഷം അവസാനം ചൈന SCO ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ഇടപെടലുകളും സഹകരണവും ഉണ്ടാകുമെന്ന പ്രതീക്ഷകളുമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.